ഇന്ന് കേരള ഗവർണർ രാജേന്ദ്ര അലേർക്കറിന്റെ വസതിയായ രാജ്ഭവനിലേക്ക് SFI നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. SFI എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് വെപ്പെങ്കിലും സ്റ്റുഡൻസ് അല്ല എന്നുള്ളത് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരു സ്റ്റുഡൻസ് ഒരു രാജ്യത്തെയും ഇങ്ങനെ ആകാൻ പാടില്ല. എന്താണ് ഇതിന്റെ കാരണം? ഒരു സമരത്തിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. സഖാക്കൾ ചെയ്യുമ്പോൾ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകും, അത് ജനങ്ങൾക്ക് എതിരെയുമായിരിക്കും. എന്താണ് ഇവരുടെ സമരത്തിന് പിറകിലുള്ള യഥാർത്ഥ കാരണം? എന്താണ് വെളിച്ചത്ത് വരേണ്ടത്? ജനങ്ങളെ നമ്മൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പബ്ലിക് ഒപ്പീനിയൻ മുന്നോട്ട് പോകുന്നത് ആളുകളുടെ സംഭാവന കൊണ്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ സംഭാവന നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭാവന ചോദിക്കുന്നത്, എന്താണ് അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ, പബ്ലിക് ഒപ്പീനിയന്റെ അവസ്ഥ എന്താണ്, ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ സത്യത്തിൽ എത്രത്തോളം ചിലവ് വരും, മാക്സിമം എത്ര ചുരുക്കാൻ പറ്റും, ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. സോ ബാക്ക് ടു ദ ടോപ്പിക്. കഴിഞ്ഞ തവണ ഒരു വീഡിയോ നമ്മൾ ഇതിനെപ്പറ്റി ചെയ്തിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഗവർണറും ഈ SFIയും തമ്മിലുള്ള പ്രശ്നം എന്നതിനെ കുറിച്ച്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കമായി ഒന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം എത്ര പേർ അത് കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. വിശദമായി കാണേണ്ടവർക്ക് അത് പോയി കാണാവുന്നതാണ്. നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ, ഇതിന്റെ താഴെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോയും ആദ്യം പോസ്റ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വീഡിയോ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേരിനോട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു വിഷയം എന്ന് വെച്ചാൽ, രാജേന്ദ്ര അലേർക്കർ വന്നപ്പോൾ തുടങ്ങിയതല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്താണ് SFIയുമായുള്ള വിഷയം? സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം? സർവകലാശാലകൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. സിൻഡിക്കേറ്റിന്റെ ഒരു അധികാരം വെച്ചിട്ടാണ് ഇവർ ഈ സർവകലാശാലകൾ ഭരിച്ചിരുന്നത്. ഞാൻ മറ്റേ വീഡിയോയിൽ എന്താണ് സിൻഡിക്കേറ്റ് എന്നുള്ളത് ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഇവരുണ്ടാക്കിയിട്ട് കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വെച്ചിട്ട് സിൻഡിക്കേറ്റിലൂടെ ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ എല്ലാ സർവകലാശാലകളും ഈ ഇടതുപക്ഷത്തിന്റെ കീഴിൽ തന്നെയാണ്. ഷിജു ഖാനെ പോലെയുള്ളവർ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ഒരു ഓഫീസ് മുറി ഇട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ താമസിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് അംഗത്തിന് അങ്ങനെ ഒരു അധികാരമില്ല. ട്രാവൽ അലവൻസും ഓഫീസ് ബത്തയും ഒക്കെ മേടിക്കുന്നുണ്ട്, അങ്ങനെ മേടിക്കാനുള്ള അധികാരവും ഇല്ല. യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് അധികാരമുള്ളത് ആ ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു സമയത്ത് മാത്രമാണ്. അംഗങ്ങൾക്കുള്ള അധികാരമാണെങ്കിൽ അഭിപ്രായം പറയുക എന്നതാണ്, അല്ലാതെ വേറെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല. അവർക്ക് ഒരു ഓഫീസ് പോലും ഉണ്ടാവില്ല. ആരാണോ സിൻഡിക്കേറ്റ് തലവൻ അവരുടെ വീട്ടിലായിരിക്കും താൽക്കാലികമായിട്ട് ആ മീറ്റിംഗ് കൂടുന്നത്. മീറ്റിംഗ് കൂടുമ്പോൾ മാത്രമാണ് അത് ആക്റ്റീവ്, അല്ലാത്തപ്പോൾ അത് ഇനാക്റ്റീവ് ആണ്. ആരാണ് സിൻഡിക്കേറ്റിന്റെ തലവൻ എന്ന് നോക്കിയാൽ അത് വൈസ് ചാൻസലർ ആണ്. VC ആരാണ് നിയമിക്കുന്നത്? UGC മാനദണ്ഡ പ്രകാരമാണ് VCകളെ നിയമിക്കേണ്ടത്. എന്നാൽ ഇടതുപക്ഷം ഭരണത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ കുറെ ഇഷ്ടക്കാരെ VCകളായിട്ട് നിയമിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം. VCകൾ ഇവരുടെ ഇഷ്ടക്കാരാകുമ്പോൾ ഒന്നാമത്തെ കാര്യം, അതിൽ കുറെ പേരും ക്വാളിഫൈഡ് അല്ല എന്നതാണ്. ഇതൊക്കെ കുറെ പേര് പാർട്ടിക്കാരുടെ ഒക്കെ ഭാര്യമാരാണ്. ഇവർക്കൊക്കെ ഈ പറയുന്ന കൂട്ടി ഇവർക്കൊക്കെ കുറെ ഡോക്ടറേറ്റ് ഉണ്ട്, കുറെ PhD ഉണ്ട്, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും കറക്റ്റ് ആയിട്ടല്ല, ഇതൊക്കെയും അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗവർണർ പ്രസിഡന്റിന് ഒരു ലെറ്റർ ഹാജരാക്കുന്നത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഗവർണർക്ക് ഫുൾ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇത് അന്വേഷിക്കാനായിട്ട് പ്രസിഡന്റ് ഉത്തരവിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഗവർണർ ഇത് അന്വേഷിക്കേണ്ടത്? കാരണം ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ, ഗവർണറാണ് സർവകലാശാലകളുടെ അധികാരി, ഗവർണറാണ് VC നിയമിക്കുന്നത് ശരിക്കും UGC മാനദണ്ഡങ്ങൾ പ്രകാരം. ചാൻസലറായ ഗവർണറുടെ അസിസ്റ്റന്റ് ആണ് VC, വൈസ് ചാൻസലർ. മനസ്സിലായല്ലോ? ആ VCയാണ് ഇടതുവശത്തിന്റെ ഇഷ്ടക്കാരെ കൊണ്ട് നിറച്ചിരുന്നത്. ഗവർണർക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല നൽകും. എന്നിട്ട് ഈ VCയെ വെച്ച് സിൻഡിക്കേറ്റ് നടത്തും. ഈ VCയെ വെച്ച് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. ഇങ്ങനെ 10 പേരെ തിരികെ കയറ്റിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ പിണറായി വിജയന്റെ ഇഷ്ടക്കാരനടക്കം 10 പേരെ തിരികെ കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ലെറ്റർ അയച്ചത്. അതിന്മേൽ അന്വേഷണം ഉണ്ടായി. ഈ ആൾക്കാരെ എല്ലാം തട്ടി പകരം UGC മാനദണ്ഡ പ്രകാരം ഗവർണർക്ക്, അതായത് ചാൻസലർക്ക് VCമാരെ സർവകലാശാലയിൽ നിയമിക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. അങ്ങനെ UGC മാനദണ്ഡ പ്രകാരം VCയെ ഗവർണർ നേരിട്ട് നിയമിച്ചു. അപ്പോഴാണ് കുറെ കൂടി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത്. ഇടതുപക്ഷം സർവകലാശാലകൾ ഭരിച്ചുകൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ സ്വജനപക്ഷപാതവും അതുപോലെ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യപരമല്ലാത്ത വൃത്തികേടുകൾ അതൊരുപാട് സിസ തോമസ് എന്ന VC പുറത്തു കൊണ്ടുവന്നു. അതിന്റെ കോലാഹലങ്ങളാണ് ഈ നടക്കുന്നത്. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, സർവകലാശാലകൾക്ക് കേന്ദ്രം അനുവദിച്ചു കൊടുക്കുന്ന ഫണ്ട് ഉണ്ട്. ഈ ഫണ്ട് എങ്ങനെയാണ് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടുക? സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനിയിലാവട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനിയിലാവട്ടെ റീഇംബേഴ്സ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുക? നമ്മൾ ബില്ലുകൾ കൊടുക്കുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്തതിന് ശേഷം ആ ഫണ്ട് നമുക്ക് തിരികെ തരുന്നു. അതല്ല റീഇംബേഴ്സ്മെന്റ്. നേരത്തെ തരുവല്ല, ബില്ല് വെരിഫൈ ചെയ്തിട്ട് പൈസ തിരികെ തരുന്നു. കൂടാതെ വർഷാവർഷം ഇതിനൊരു ഓഡിറ്റിംഗ് നടത്തുന്നു. ഈ ബില്ലുകളെല്ലാം ഒറിജിനൽ ആണോ, എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, ഇതെല്ലാം വാലിഡ് ആണോ എന്ന് പരിശോധിക്കുന്നു. പരിശോധിച്ച ശേഷം കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ ഇത്രയും നാളും സർവകലാശാലകളിൽ ബില്ലില്ലാതെ റീഇംബേഴ്സ്മെന്റ് പാസ്സാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കോടിക്കണക്കിന് രൂപയാണ്
ഈ ഡമ്മി വിസികളെ വെച്ച് സർവകലാശാല ഭരിച്ചിരുന്ന കമ്മികൾ പാസ്സാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് നിയമനങ്ങൾ അനധികൃതമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. മീവ ജോളി എന്ന് പറഞ്ഞിട്ട് KSUവിന്റെ ഒരു പുലിക്കുട്ടിയുണ്ട്. കുസാറ്റിൽ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മീവ ജോളി ആദ്യമായി ശ്രദ്ധിക്കുന്നത്. നേരിട്ട് ചെന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവിടെ നടന്ന ഒരു അനധികൃത നിയമനത്തിന് എതിരെയാണ് ഈ കുട്ടികൾ സമരം ചെയ്തത്. സ്വാഭാവികമായും മറ്റേ പക്ഷം ഗുണ്ടായുസത്തിൽ ഒന്നാമതായതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഒരുപാട് നിയമനങ്ങൾ ഇതുപോലെ സർവകലാശാലകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ കുത്തിത്തിരികിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും അവസാനത്തെ പരിശീലന കളരിയാണ്, ബേസ് ആണ് കോളേജുകൾ എന്ന് പറയുന്നത്, അല്ലെ? അതിനുശേഷമാണ് അവർ പ്രൊഫഷണലായ പല തലത്തിലേക്കും പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ, അതായത് എങ്ങനെ ആളെ പറ്റിച്ച് പണം ഉണ്ടാക്കാം എന്നാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുകയും ആ രാഷ്ട്രീയം കോളേജുകളിൽ കൊണ്ടുവന്ന് പിള്ളേരെ പഠിക്കാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുമാണ്. SFIയുമായി ബന്ധപ്പെട്ട എത്ര കേസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു? കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പൊതികൾ പിടിച്ചത് SFIക്കാരുടെ കയ്യിൽ നിന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സിദ്ധാർത്ഥന്റെ കേസ് നിങ്ങൾ എടുത്തു നോക്കൂ. ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്? SFI ആണ്. കാരണം പൂക്കോട് വെറ്റിനറി കോളേജിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രവർത്തിക്കാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല. അത്രയ്ക്ക് ദുരിതമായിരുന്നു ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ സർവകലാശാലകളിലെ കാഴ്ചകൾ. അതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒറ്റയ്ക്ക് പൊരുതി പുറത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിനെതിരെ ഇളക്കി വിട്ടിരിക്കുന്ന SFI അന്നും വന്നിരുന്നു. ഇന്ന് സിസ തോമസ് ഈ പറയുന്ന ഫണ്ടുകളുടെ തിരിമറി ശ്രദ്ധയിൽപ്പെട്ടതും ബില്ലില്ലാതെ യാതൊരു ഫണ്ടും ഇനി പാസ്സാക്കി കൊടുക്കുന്നതല്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിക്കാനുണ്ടായത്. അത് പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ 4 കോടി രൂപയുടെ ബില്ലുകളാണ് VCയുടെ മുന്നിലേക്ക് പാസ്സാക്കാൻ വേണ്ടി വന്നത്. ഈ 4 കോടി രൂപയിൽ ഒരുപാടും മുന്തിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചതിന്റെയും ഭക്ഷണം കഴിച്ചതിന്റെയും റിസോർട്ടുകളിൽ പോയി സുഖിച്ചതിന്റെയും ഒക്കെ ബില്ലുകളാണ്. സർവകലാശാലയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട് ഓരോരോ പഠന പദ്ധതികൾക്ക് വേണ്ടി ഇവർ യാത്ര ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ട് അന്വേഷിച്ചപ്പോൾ ഇവര് പോയി താമസിച്ച റിസോർട്ടുകൾ, ഇവര് താമസിച്ച 5 സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെ ആഘോഷിച്ച സ്ഥലങ്ങൾ, ഇതെല്ലാം ഇവരുടെ പാർട്ടിക്കാരുടെ തന്നെയാണ്. പലതും ഇവരുടേത് തന്നെയാണ്. ഇവർ തന്നെ അവിടെ പോയി താമസിച്ചിട്ട് അതിന് ബില്ലുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്, ബില്ല് പാസ്സാക്കാൻ വേണ്ടി. അപ്പൊ ഇത് നടപടിയാവില്ല. വാലിഡ് ആയിട്ടുള്ള ഒരു ബില്ല് ഇവിടെ പാസ്സാക്കുന്നില്ല. ഇത്ര കോടി രൂപയുടെ അഴിമതി ഇവിടെ നടക്കുന്നുണ്ട് എന്നത് VC കണ്ടുപിടിച്ചു. ഇതൊന്നും പോരാതെ 4 വർഷമായിട്ട് CAG ഓഡിറ്റിംഗ് സർവകലാശാലയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. 4 വർഷമായി ഈ റീഎംബേഴ്സ്മെന്റിന്റെ ഫണ്ടുകൾ കറക്റ്റ് ആയിട്ടാണോ വിനിയോഗിക്കുന്നത്, പ്രോജക്റ്റുകൾ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ആണോ, വാലിഡ് ആണോ, അത് ഇവരുടെ പേരിൽ തന്നെയുള്ള പ്രോജക്റ്റുകളാണോ, കള്ളത്തരമാണോ, ഒന്നും നോക്കാനായിട്ട് ഓഡിറ്റിംഗിലേക്ക് നടക്കില്ല. മനസ്സിലായില്ലേ? VC അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. വൈസ് ചാൻസലർ ആരായിരുന്നു ഇതുവരെ? ഇവരുടെ ഇഷ്ടക്കാരായിരുന്നു. അങ്ങനെയുള്ള 10 പേരെ എടുത്തു കളഞ്ഞ് കൃത്യമായ മാനദണ്ഡ പ്രകാരം യോഗ്യതയുള്ള സിസ തോമസിനെ നിയമിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നെന്ന് ആലോചിക്കണം. 4 വർഷമായി എത്ര കോടി രൂപ ഈ സർവകലാശാലകളിൽ നിന്നും ഇവർ തട്ടിച്ചെടുത്തിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ റിപ്പോർട്ടാണ് സിസ തോമസ് ഇപ്പോൾ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. രജിസ്ട്രാറും ഭാരതാംബയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായല്ലോ. രജിസ്ട്രാർ കമ്മി ആയതുകൊണ്ട് തന്നെ ഭാരതാംബയെ കണ്ടപ്പോൾ പിടിച്ചില്ല. ഭാരതാംബയെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്താൻ പറ്റില്ല, ഹോള് റദ്ദാക്കുകയാണ് എന്നാണ് കമ്മിയായ തണ്ടിന്റെ പുറത്ത് പറഞ്ഞത്. എന്നാൽ അത് പറയാൻ അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ലെന്നും ഭാരതാംബ എന്ന് പറയുന്നത് മതചിഹ്നമല്ലെന്നും പറഞ്ഞിട്ടാണ് VC അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തത്. അതിനെ പ്രതിരോധിക്കാൻ ഇവരുടെ തട്ടിക്കൂട്ട് സിൻഡിക്കേറ്റിൽ നിന്നും രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് ഇവർ തന്നെ പാസ്സാക്കി. സിൻഡിക്കേറ്റിന്റെ തലവനാരാണ്? VC ആണ്. VCയുടെ ഉത്തരവില്ലാതെ, VCയുടെ അനുമതി ഇല്ലാതെ സിൻഡിക്കേറ്റ്, ഒരു അധികാരമില്ലാത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇരുന്നങ്ങ് പാസ്സാക്കി വിട്ടു. ഇത് വെള്ളരിക്കപ്പെട്ടനാണെന്നാണ് ഇവരുടെ വിചാരം. കണ്ണടച്ച് പാൽ കുടിക്കുന്ന പൂച്ചയുണ്ടല്ലോ, അവരുടെ വിചാരം കണ്ണടച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുട്ടായിരിക്കും. സ്വന്തം കണ്ണ അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതുപോലെ ഒരു ഉത്തരവ് പാസ്സാക്കി വിട്ടു. എന്നാൽ VC പറഞ്ഞു, ഞാൻ സസ്പെൻഡ് ചെയ്തതാണ്, അധികാരം എനിക്കാണ് അതിനുള്ള. ഞാനത് ഗവർണറിന് സമർപ്പിച്ചതാണ് റിപ്പോർട്ട്, ഗവർണർ അംഗീകരിച്ചതാണ്. താൻ ഇനി രജിസ്ട്രാർ അല്ല, താൻ ഇനി വന്ന് രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേപ്പറും വാലിഡ് അല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ SFIക്കാർ രജിസ്ട്രാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്ന കുത്തഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ. കഴിഞ്ഞ ദിവസം ഇവര് യൂണിവേഴ്സിറ്റിന്റെ അകത്തായിരുന്നു പരാക്രമം. VCയുടെ അതുപോലെ ചാൻസലറിന്റെ ഒക്കെ ഓഫീസ് നശിപ്പിക്കാൻ പോകുന്നു, അങ്ങോട്ട് ചെല്ലുന്നു, അങ്ങോട്ട്. ഇത് എന്താണ് കാര്യം? ഈ രജിസ്ട്രാറിനെ തിരിച്ചെടുക്കണം, ഇവരുടെ ഇഷ്ടക്കാരനെ തിരിച്ചെടുക്കണം, ഇവർക്ക് തോന്നുന്ന പോലെ റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാവയെ തിരിച്ചെടുക്കണം. അല്ലാതെ ജനാധിപത്യപരമായ ഒരു സർവകലാശാലകൾ പുരോഗമനപരമായി എങ്ങനെ ഇപ്പോൾ പ്രവർത്തിക്കണമോ, 2025 എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളെ അവിടെ ഇരുത്താൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ സിസ തോമസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ രജിസ്ട്രാർക്ക് നിയമനം കൊടുത്തു, മിനി കാപ്പൻ. ഇനി അവരാണ് രജിസ്ട്രാർ, മറ്റേയാൾ പോയാണ്. നിങ്ങൾ ഇനി കോടതി പോയി ഫൈറ്റ് ചെയ്യൂ, അതേ നടക്കുള്ളൂ. നിങ്ങളുടെ സർവീസിന്റെ ടൈം ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ നടക്കൂ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? 5 വർഷമാണ് ഒരു സർക്കാരിന് കാലാവധി, കമ്മികളെ 7 മാസം 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തീർന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങളെ വിചാരിക്കണം. ജനങ്ങളെ വെറുപ്പിച്ച് ഈ ഗുണ്ടായുസം കാണിച്ചു കൂട്ടിയിട്ട് എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ തലച്ചോറില്ലേ?
ഞാൻ ചോദിക്കട്ടെ, 1991 ശ്രീനിവാസന്റെ സന്ദേശം എന്ന് പറയുന്ന ഒരു സിനിമ പുറത്തിറങ്ങുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ആ സിനിമയിലെ ഓരോ ഡയലോഗും ഓരോ സന്ദർഭങ്ങളും ഇന്നും ആളുകൾക്ക് കാണാപ്പാടമാണ്. എന്തുകൊണ്ടാണ് 2025 സന്ദേശം ഇത്ര പ്രസക്തമാവുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ ഇന്നും 1991 സന്ദേശത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് യാതൊരു രീതിയിലുള്ള പുരോഗമനമില്ല. ഇത് മനഃപൂർവ്വം അല്ലെന്നാണോ നിങ്ങളുടെ വിചാരം? മനഃപൂർവ്വം തന്നെയാണ്. അങ്ങനെയാണ് ഇവർ പണം ഉണ്ടാക്കിയത്, അങ്ങനെയാണ് ഇവർ അധികാരം പിടിച്ചെടുക്കുന്നത്, അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളെ ഭരിച്ച് ഇവർ ഈ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം തൊഴിലാളി സമരം എന്ന് പറഞ്ഞ നിരത്തിലിറങ്ങി എന്തെല്ലാം തോന്നിയവാസങ്ങൾ ഇവർ കാണിച്ചു കൂട്ടി എന്നുള്ളത് നിങ്ങൾ കണ്ടതാണല്ലോ. ആരുമില്ല ഇവർക്കെതിരെ പ്രതികരിക്കാൻ. പോലീസ് പോലും ഇവർക്ക് വഴങ്ങി നിൽക്കുന്ന കാഴ്ച. പോലീസ് മന്ത്രി ആരാ? അത് ഇവരുടെ മന്ത്രി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? ബംഗാളിലെ അതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം, ഇന്നലെ പുറത്തിറങ്ങിയപ്പോൾ സമരക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സമരക്കാരുടെ മുഖമോ അല്ലെങ്കിൽ അവർ വന്ന വണ്ടിയോ എന്തെങ്കിലും ഡിജിറ്റൽ ആയിട്ടുള്ള വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ. ഞാൻ ഓരോ വ്യക്തികളോടാണ് പറയുന്നത്. ആരെങ്കിലും പരാതി കൊടുക്കും, ആരെങ്കിലും പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ പ്രതികരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് നിഷേധിച്ചവർക്കെതിരെ ഓരോരുത്തരും രംഗത്തിറങ്ങണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ SFIയിൽ വരുമ്പോഴത്തേക്ക് ഒരാൾ രണ്ടാളാണോ അവർ വരുന്നത്? അവരുടെ അംഗബലം എത്രയാ? എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇവരൊക്കെ കടന്നൽക്കൂട്ടം പോലെ ഇളകി ഇങ്ങനെ വരുന്നത്? ഒരു പാരലൽ മിലീഷ്യ സത്യത്തിൽ ഇവർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? പാരലൽ മിലീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് അനൌദ്യോഗികമായ ഒരു സൈന്യമാണ്. ഔദ്യോഗികമായിട്ടുള്ള സൈന്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പോലീസുണ്ട്, CRPF ഉണ്ട്, അതുപോലെ ഒരുപാട് ഇന്ത്യക്കുണ്ട്. ഗവൺമെന്റിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഔദ്യോഗികമല്ലാതെ ഇവർ വന്ന് ഇടപെടും. അങ്ങനെ ഒരു സംഭവത്തെയാണ് പാരലൽ മിലീഷ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. പാരലൽ മിലീഷ്യ എന്ന് പറഞ്ഞാൽ ഗുണ്ടാ സംഘങ്ങളാണ് ഇവിടെ. ഇത് ഇവിടുത്തെ സർക്കാർ തന്നെ വളർത്തി വെച്ചിരിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരുപാട് പേരെ പ്രതിരോധിക്കാൻ കുറെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇറക്കും. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഇത്തരക്കാരെ പരിശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികളെയൊക്കെ ഒന്ന് നോക്കി, ഇവര് വിദ്യാർത്ഥികളാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവര് വിദ്യാർത്ഥികളാണെന്ന്? എന്തിനു വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത്? സർവകലാശാലയിൽ നടക്കുന്ന അനീതിക്കെതിരെ ഒരാൾ പ്രതികരിച്ചപ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇടതുവശക്കാര് വഞ്ചിച്ച് ഇങ്ങനെ ഇത്രയും നാൾ തട്ടിപ്പ് നടത്തുകയാണെന്ന് അറിയുമ്പോൾ പോലും എന്തിനാണ് ഇവരിങ്ങനെ പ്രതികരിക്കുന്നത്? അപ്പൊ രാഷ്ട്രീയ അടിമകളായി ഇവർ മാറിയിരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആർ ബിന്ദു ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വന്ന് പറയുന്നത്, പൊതുമധ്യത്തിൽ വന്ന് പറയുന്നത്, കാവ്യവൽക്കരണം സർവകലാശാലയിൽ ഭയങ്കരമായി വന്നെന്നും അതിനെതിരെയാണ് ഈ കുട്ടികൾ പ്രതിഷേധിക്കുന്നതുമെന്നാണ്. ചുവപ്പ് വൽക്കരണം ആകാം. ചുവപ്പിനെ കൊണ്ട്, നിങ്ങളുടെ ആളുകളെ കൊണ്ട് കേരളത്തിലെ ബാങ്കുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, സർവകലാശാലകളാവട്ടെ എന്ത് സംഗതിയും നിറയ്ക്കാം. യാതൊരു കുഴപ്പവുമില്ല. അത് ജനാധിപത്യപരം. ഏത് സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിച്ച് ഇതുപോലെ ചെയ്യുന്നത്, പ്രസിഡന്റിന്റെ പ്രതിനിധിയായ ഗവർണറുടെ രാജ്ഭവനിലേക്ക് വരെ ഇടിച്ചു കയറി തോന്നിവാസം ചെയ്യുന്നത്, 2025 പ്രാകൃതമായ പൊളിറ്റിക്സ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് ജനാധിപത്യപരം. അതിന് കുഴപ്പമില്ല. കാവ്യവൽക്കരിക്കാൻ പറ്റില്ല. എങ്ങനെയാ കാവ്യവൽക്കരിച്ചത്? ഗവർണർ കാവിക്കൊടി പിടിക്കുന്ന ആളായതുകൊണ്ടാണോ കാവ്യവൽക്കരിച്ചത്? എന്നാ ഒരു കാര്യം ചെയ്യും, കുറച്ചധികം ആൾക്കാരെ നല്ല രീതിക്ക് അങ്ങ് ഉണ്ടാക്കി വിട്ടിട്ടെ കേന്ദ്രം പിടിച്ചടക്ക്. എന്നിട്ട് നിങ്ങളുടെ ഗവർണറിനെ അങ്ങ് ഇരുത്തി കാണിക്കേ. 3 സീറ്റ് തികച്ചുണ്ടോ? ഇവിടെ നിന്നൊരു തരിയല്ലേ പോയുള്ളൂ. അടുത്ത നിയമസഭയ്ക്ക് ഈ തരിയും ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. പാർലമെന്റിലെ കാര്യം പിന്നെ നോക്കണ്ട. എന്നിട്ട് എന്തൊന്നാന്ന് ബിന്ദു ആന്റി പറയുന്നത്? നിങ്ങൾ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, ചുവപ്പ് വൽക്കരണം അനുവദിക്കുന്നുണ്ടല്ലോ, അതിനെന്താ കുഴപ്പമെന്ന്? ഈ ചോദ്യമൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചുകൂടെ? ഒന്നില്ലെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? UGC മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഈ പറയുന്ന 10 ഇഷ്ടക്കാരെ മാറ്റിയിട്ട് ഗവർണർ പുതിയ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു തെറ്റ് കാണിച്ചാൽ എന്തെങ്കിലും ഒരു അനധികൃതമാണെന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുപോവാ. സമരം ചെയ്യുന്ന എന്തിനാ? തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കോടതി വഴിയാണ് നിങ്ങൾ ഇതിനെല്ലാം നേരിടേണ്ടത്, അല്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച്, പോലീസിനെ ബുദ്ധിമുട്ടിപ്പിച്ച്. നിങ്ങൾക്കറിയാമോ, പോലീസ്, കേരള പോലീസ് ജനങ്ങളുടെ അനുപാതത്തിനനുസരിച്ച് ഇവിടെ ഉണ്ടോ? 250 പേർക്കാണ് ഒരു പോലീസ്. 250 പേരെ ഒരാൾ എങ്ങനെ കൈകാര്യം ചെയ്യും? കുറെ നാളുകളായിട്ട് പോലീസിൽ ഫോഴ്സിന് പുതിയ നിയമനങ്ങൾ കൊടുക്കുന്നില്ല. ഉള്ള ആളുകളെ വെച്ച് 2-3 ആൾക്കാരുടെ ഡ്യൂട്ടി എടുപ്പിക്കുന്ന പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഫണ്ട് ഇല്ല. അതെ, പോലീസിന് പെട്രോൾ അടിച്ച് ആ ജീപ്പ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഫണ്ട് പോലും ഇല്ല. പമ്പുകളിൽ പോയിട്ട് കടായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കൊടുക്കണില്ല. കോടികൾ അവിടെ മുടക്കം വന്നതുകൊണ്ട് ആ അവസ്ഥയിലിരിക്കുന്ന പോലീസിനെ കുറെ പേരെ എസ്കോർട്ടിന് കൊണ്ടുപോകും. കുറെ പേര് ഇതുപോലുള്ള സമരം പ്രതിരോധിക്കാൻ കൊണ്ടുപോകും. ഇവിടെ ജനങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഇവിടെ എങ്ങനെ പോലീസ് വരിക? അവരും മനുഷ്യർ തന്നെയാ. 72 മണിക്കൂറിലധികമാണ് ഒരു പോലീസുകാരൻ ജോലി എടുക്കുന്നത്, ഉറക്കം പോലും ഇല്ലാതെ. നമ്മളോട് മര്യാദയ്ക്ക് പെരുമാറണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ മര്യാദയ്ക്ക് പെരുമാറാൻ ഒരു മനുഷ്യന് ആവശ്യമായ വിശ്രമവും ഉറക്കവും ഒക്കെ വേണം. അതുപോലും ഇല്ലാത്ത അവസ്ഥയിൽ അവരെങ്ങനെ പെരുമാറി? ഇനി ഗവൺമെന്റ് ആണ് അവർ അങ്ങനെ ആക്കുന്നത്. നമ്മുടെ പോലീസ് സേനയെ പോലും വെറും ഡമ്മികളാക്കി മാറ്റി കഴിഞ്ഞു. SFIക്കാരുടെ മുന്നിൽ എന്തെങ്കിലും പറയാൻ, പ്രതിരോധിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ? എന്ത് വൃത്തികെട്ട മുദ്രാവാക്യമാണ് ഈ കുട്ടികൾ വിളിക്കുന്നത്? പട്ടികളെ, പന്നികളെ, ചെറ്റകളെ, ഇതൊക്കെയാണ്. ഇതെന്ത് നിങ്ങൾ 2025 നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് പിള്ളേരെ കളിക്കുന്നത്? നിങ്ങൾ സഭ്യമായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും ഇതുവരെയും പഠിച്ചിട്ടില്ലല്ലോ. ലോകം മുന്നോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷിൽ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ കാഷ്വലായിട്ട് തെറി പറയുന്നതും മര്യാദകൾ തന്നെയാണ്. മര്യാദയായിട്ട് ഒരാളും അംഗീകരിച്ചിട്ടില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് അത് വലിയ തഗ്.
അവിടെ ഉള്ളവർക്ക് തെറി ഏത് ഭാഷയിലും തെറി തന്നെയാണ്. ഒരു വൃത്തികേട് പറയുന്ന ഒരാളെ വൃത്തികെട്ടവനായിട്ടാണ് ആളുകൾ കാണുക. പ്രതികരിക്കുമ്പോൾ പോലും അതിന് എങ്ങനെ മാന്യമായി മര്യാദയായി പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് പഠിച്ചിരുന്നുകൂടെ? ഇപ്പൊ ആളുകൾ പറഞ്ഞല്ലോ, ഇന്നലെ നിരത്തിലിറങ്ങിയവരെ നമ്മൾ അടിച്ചോടിക്കണം. അടിക്ക് പകരം അടിയാണോ മര്യാദയുടെ പൊളിറ്റിക്സ്? അതാണോ മര്യാദയുടെ വഴി? നിയമപരമായി മുന്നോട്ട് നീങ്ങാനാണ് ഞാൻ പറയുന്നത്. പോലീസ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, കോടതി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, സമൂഹത്തിനെ നിങ്ങളുടെ കൂടെ ചേർക്കൂ. ഒരു ഗുണ്ട വിളിച്ചാൽ 10 ഗുണ്ട വരും. ഒരു നല്ല കാര്യത്തിന് ഒരാൾ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ ജനങ്ങളെ? അങ്ങനെ വരാൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, ഇന്നലത്തെ സമരത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോലീസിൽ പോയി കേസ് കൊടുക്കുക. പോലീസിൽ പോയി കേസ് കൊടുക്കുമ്പോൾ അവരത് എടുക്കുന്നില്ല, അവരെന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറയുകയാണെങ്കിൽ കോടതിയിലേക്ക് ചെല്ലുക. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്നും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുക. വക്കീലിന് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തവരാണ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരാണ് നിങ്ങളിൽ പലരും എനിക്കറിയാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ കമന്റ് ആയിട്ട് ഇടുക. അഡ്രസ്സോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഇടാവുന്നതാണ്. ഈ ആളുകൾക്ക് ഈ കാര്യം നിയമപരമായി കോടതിയുടെ മുൻപിൽ കൊണ്ടുവരാനും അങ്ങനെ ജനങ്ങൾക്ക് ന്യായം പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സൗകര്യം നിങ്ങളെ കൊണ്ട് പരിമിതമായ ഫീസിലോ അല്ലെങ്കിൽ ഫ്രീ ആയി തന്നെ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയായിട്ട് ചെയ്യുന്നത് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. വലിയൊരു സഹായം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും പ്രതികരിക്കുക. മെറീന പറയുന്നുണ്ട്, ഫെജിൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞോളും എന്നല്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം. ഒരു ശബ്ദം പറഞ്ഞ് അത് 100 ആവും, 1000 ആവും, 10,000 ആവും, ലക്ഷമാവും, കോടിയാകും. നമുക്കും ജനബലം ഉണ്ടാവും. നമ്മളും വിചാരിക്കുന്ന രീതിയിൽ യൂറോപ്പിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അവിടെ എല്ലാം കയറി ഇരുന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ തലച്ചോറ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യ എങ്ങനെയാകും? കേരളം എങ്ങനെയാകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചന്ദ്രനിൽ വരെ മലയാളി ഉണ്ടെന്ന് പറയും, ശരിയാണ്. മലയാളി ഇല്ലാത്തിടമില്ല, മലയാളികളും കഴിവുള്ള ഇടവുമില്ല. പക്ഷേ മലയാളിയെ മടിയനാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. അടിമകളാക്കി, മദ്യത്തിന്, മയക്കുമരുന്നിന്, എന്തിനൊക്കെ ഇനി അടിമകളാക്കി അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ബുദ്ധി, മുന്നോട്ട് ചിന്തിക്കാനുള്ള കഴിവ്, ലോകം കാണാനുള്ള കഴിവ്, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാം നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ് നമ്മുടെ തലമുറകളെ. മാറണം. നല്ല പ്രായമുള്ള ഒരുപാട് വ്യക്തികൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രായമുള്ളത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സീനിയർ സിറ്റിസൺസിനെ തന്നെയാണ്. ദയവായി നിങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കൂ. ഞങ്ങൾ വരുന്ന തലമുറകൾക്ക് നിങ്ങൾ ഒരു മാതൃക കാണിക്കൂ. നിങ്ങളുടെ മക്കളോട് പ്രതികരിക്കാൻ പറയൂ, മരുമക്കളോട് പ്രതികരിക്കാൻ പറയൂ, നിങ്ങൾ വളർത്തുന്ന കുട്ടികളോട് പറയൂ. 10 രൂപ ടാക്സ് കൊടുക്കുമ്പോൾ 9 രൂപയുടെ സേവനമെങ്കിലും നിങ്ങൾക്ക് തിരികെ ലഭിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിനെയാണ് കൊണ്ടുവരേണ്ടത്. വീണ്ടും പറയുന്നു, പാവപ്പെട്ടവനിൽ നിന്ന് ഒരു മന്ത്രിയെ എടുത്താൽ അവൻ പാവപ്പെട്ടവരെ അങ്ങ് ഇതാക്കും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, പാവപ്പെട്ടവരിൽ നിന്ന് ഒരു മന്ത്രിയെ എടുത്താൽ അവൻ കക്കും. കാശില്ലാത്തവന് കാശ് കാണുമ്പോൾ എടുക്കാനാണ് തോന്നുക. അങ്ങനെ കട്ടിട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാട് ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിമാർ വരെ കട്ട കേസിൽ അകത്ത് കിടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരൊന്നും പണം കണ്ടിരുന്നില്ല. ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം കയ്യിൽ വന്നപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയായത്. പണം കണ്ടവനെ തെരഞ്ഞെടുക്കൂ, കക്കുന്നവനെയല്ല. പണം വെച്ച് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നവനെ, പണം കൈകാര്യം ചെയ്യാൻ അറിയുന്നവനെ. നമ്മളിൽ എത്ര കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഫിനാൻസ് മാനേജ്മെന്റ്? 1000 രൂപ സമ്പാദിച്ചാൽ അതിൽ എത്ര രൂപ ഞാൻ സൂക്ഷിച്ചു വെക്കണം, എത്ര ശതമാനം ഞാൻ ചെലവ് ചെയ്യണം, എങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ ഞാൻ അതിനെ നേരിടണം, അതിനുവേണ്ടി എങ്ങനെ ഞാൻ എന്റെ ജീവിതത്തെ സാമ്പത്തികമായി കരുതണം, എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട്? ഇതൊക്കെ പഠിപ്പിക്കുന്ന സർക്കാരാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളാണ് നമുക്ക് വേണ്ടത്. തള്ളി നമ്പർ 1 എന്ന് പറയുന്നതല്ല, പ്രവൃത്തിയിൽ വരണം. ഞാൻ പറയണം, നിങ്ങൾ പറയണം കേരളം നമ്പർ 1 ആണെന്ന്. അങ്ങനെ ഒരു സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഗവർണർക്കൊപ്പം നിൽക്കുക. നമ്മുടെ സർവകലാശാലകളെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളെ മംഗലാപുരത്തേക്കും ബാംഗ്ലൂരിലേക്കും വിദേശത്തേക്കും പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുമോ? എത്ര നാൾ നമ്മൾ അങ്ങനെ ചെയ്യും? അങ്ങനെ കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോയിട്ട് ഇവരുടെ കയ്യിൽ കേരളം കൊടുത്ത് ബംഗാളിനേക്കാൾ നശിക്കുന്ന രീതിയിൽ നമ്മുടെ നാടാവുന്നത് നമുക്ക് കാണണോ? നമ്മൾ ജനിച്ചു വളർന്ന നാട് വിട്ട് നമുക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നീതിക്കൊപ്പം നിൽക്കുക, ന്യായത്തിനൊപ്പം നിൽക്കുക, നാട് നന്നാക്കാൻ മുന്നിട്ടിറങ്ങുക. വീണ്ടും ഞാൻ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പബ്ലിക് ഒപ്പീനിയനിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.